സദാമയം സാരഭൃതാം നിസർഗോ യദർത്ഥവാണീ ശ്രുതിചേതസാം അപി പ്രതിക്ഷണം നവ്യവത് അച്യുതസ്യ യത് സ്ത്രിയാം വിടാനാം ഇവ സാധുവാർത്താം. എന്ത് രസമായിട്ടാണ് കൃഷ്ണലീലകളൊക്കെ കേട്ടതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷ്ണനെ അനുഭവിച്ചിട്ടുണ്ട് ലീലാശുകനും നമ്മുടെ കേരളം അധികം അറിയാതെ പോയ ഓട്ടൂരും. പരമഭാഗവതനായിരുന്നു ഓട്ടൂര്. ഓട്ടൂർ എഴുതിയ ചില കൃതികളൊക്കെയാണ് ഇപ്പോൾ പാടിയത്. ഇന്നലെ ഇവിടെ ശാലിനി പാടിയല്ലോ, ആർത്തബന്ധു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പാടിയതാണ്. അത് ഓട്ടൂർ പാടിയതാണ്. ഇപ്പോൾ ബ്രഹ്മസ്തുതി പര്യന്തം പറഞ്ഞു. ബ്രഹ്മസ്തുതിയാണ് ഇനി പറയട്ടെ. ദാമോദരലീലയൊക്കെ പറഞ്ഞു. ദാമോദരലീല കഴിഞ്ഞ് ഒരു സ്തുതിയുണ്ട്. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ കൈവല്യപതയേ നമഃ. ഈ നളകൂപര മണിഗ്രീവന്മാർ ഭഗവാന്റെ അടുത്തൊരു പ്രാർത്ഥന വയ്ക്കുകയാണ്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. ഞങ്ങളുടെ വാക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവത് കൈങ്കര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. വാക്കുകൊണ്ട് എന്ത് ചെയ്യും? ഭഗവത് ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാതിരിക്കാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നിന് ഭഗവത് ഗുണങ്ങൾ പറയണോ, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കണം. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ഗുണങ്ങൾ പറയണതാണ് ഇഷ്ടം. അപ്പോൾ അല്ലെങ്കിലോ വാചോ വിഗ്ലാപനം. ഏകനാഥൻ ഏകാദശ സ്കന്ധത്തിൻ്റെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഏകനാഥി ഭാഗവത് എന്നാണ് മറാഠിയിൽ അതിന് പേര്. അത് വാസ്തവത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ അപർണയുടെ അമ്മ സ്വർണ്ണലത അമ്മ, അവരിവിടെ ഒരുപാട് പേർക്ക് ഏകനാഥി ഭാഗവത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് പഠിച്ചവർ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാൻ ഏകാദശ സ്കന്ധം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർ ഏകനാഥ് മഹാരാജ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്വാമി പറഞ്ഞതൊക്കെ ഞാൻ അതിൽ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദിവസം വൈകുന്നേരം അതിലത്തെ ഓരോ അധ്യായം എടുത്തിങ്ങനെ വായിക്കും. അങ്ങനെയാണ് ഞാനത് കാണുന്നത്. ഏകനാഥി ഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, മൗനം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ നിത്യനിരന്തര സത്സംഗത്തിനെ മൗനം എന്ന് പറയുന്നു. വേറെ ഒന്നും വർത്തമാനം പറയണില്ല എന്നർത്ഥം. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ചൊന്നും വർത്തമാനമില്ല. ഭഗവത് ഗുണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു മൗനമാണ്. ഇപ്പോൾ വാണീ ഗുണാനുകഥനെ, അതുകൊണ്ട് വാക്കിനൊരു ഡിസിപ്ലിനാണ്. ഭഗവത് വിഷയമേ പറയുള്ളൂ. ചില മഹാപുരുഷന്മാർ അതൊരു നിയമമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചില ഭാഗവതന്മാർ ആരെങ്കിലുമൊക്കെ കാണാൻ വന്നാൽ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്തിട്ട് അതിനെ എന്തെങ്കിലുമൊക്കെ പറയും. വേറെ ഒന്നും വർത്തമാനമില്ല. അല്ലെങ്കിൽ ഭാഗവതം എടുത്ത് വായിക്കും, നാരായണീ എടുത്ത് വായിക്കും. വേറെ ചിലർ വേദാന്തമാണ് മുഖ്യമെങ്കിൽ അവർ ചെല്ലുമ്പോൾ തന്നെ വേദാന്ത മഹാവാക്യങ്ങൾ എടുത്ത് വിചാരം ചെയ്യുമെന്നല്ലാതെ നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താ പേരോ, ഒരു ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. ഇതൊക്കെ വാക്കിനെ ശുദ്ധമാക്കാനുള്ള ഒരു സാധനയാണ്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ചെവി ഉണ്ടല്ലോ നമുക്ക്. ചെവി കൊണ്ട് വേണ്ടാത്തരൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സ് വികല്പമാവും.
മനസ്സ് അശുദ്ധമാവും. അതുകൊണ്ട് ചെവി കൊണ്ട് നിരന്തരം ഭഗവത് കഥകൾ, ഭഗവത് വിഷയമായത് കേൾക്കുക. ശ്രവണൗ കഥായാം. കൈയുണ്ട്, കൈ എന്താ? ഹസ്തൗ ച കർമ്മസു. കൈ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ അത് ഭഗവത് അർച്ചനയാണ്, ഭഗവത് ആരാധനയാണെന്നുള്ള ഭാവത്തിൽ പണിയെടുക്കാം. അല്ലെങ്കിലോ ഭഗവത് കൈങ്കര്യം ചെയ്യാം. മനഃ തവ പാദയോഹോ സ്മൃത്യാം. മനസ്സുകൊണ്ട് ഭഗവത് സ്മരണം ചെയ്തുകൊണ്ടിരിക്കണം. ശിരസ് ഭഗവാന്റെ ലിംഗങ്ങൾ കാണുന്നിടത്തൊക്കെ നമസ്കരിക്കണം. ദൃഷ്ടി സദാം ദർശനേസ്തു. കണ്ണ് പരമഭാഗവതന്മാരുടെ ദർശനത്തിനായിട്ട് ഉപയോഗപ്പെടട്ടെ എന്ന്. അങ്ങനെ നാരദനെ കണ്ടതിൻ്റെ ഫലമാണല്ലോ അവർക്ക് കൃഷ്ണദർശനം കിട്ടിയത്. അതുകൊണ്ട് നാരദനെ പോലെയുള്ള ഭാഗവത ദർശനം എനിക്കുണ്ടാവട്ടെ, ഞങ്ങൾക്കുണ്ടാവട്ടെ. ഇതാണ് പ്രാർത്ഥന. ഇത് നമ്മൾക്കൊക്കെ ഉള്ള പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഈ ബ്രഹ്മസ്തുതിയിലേക്ക് വരുന്നത്. ബ്രഹ്മാവ് എന്നുള്ള ആ പൊസിഷന് വേണ്ട സ്തുതിയാണ് ബ്രഹ്മസ്തുതി. ഭാഗവതത്തിൽ ബ്രഹ്മസ്തുതിയൊക്കെ തന്നെ ഗംഭീരമാണ്. നമ്മളൊരു തമാശന് ചിലപ്പോൾ പൗരാണികമായിട്ട് ബ്രഹ്മാവിനെ കളിയാക്കുകയോ ഇന്ദ്രനെ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ വലിയ മഹാപുരുഷന്മാർ പലരും പറയും ഇതൊരു അപചാരമാണ്. കാരണം ഭഗവാന് ശേഷം അടുത്ത ദേവതയാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ഭാഗവതത്തിനും പരമാചാര്യൻ ബ്രഹ്മാവാണ്. ഭാഗവതത്തിനും പരമാചാര്യൻ, വ്യാസശുഗാദികൾക്കൊക്കെ പരമാചാര്യൻ ബ്രഹ്മാണ്. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ തം ച ദേവം ആത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. നമോ ബ്രഹ്മാദിഭ്യഃ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യഃ. വേദാന്തം പാഠം പഠിക്കുമ്പോൾ ആദ്യത്തെ നമസ്കാരം ബ്രഹ്മാവിനാണ്, ബ്രഹ്മാദി ദേവതകൾക്കാണ്. അപ്പോൾ വൈദിക സമ്പ്രദായത്തിൽ ബ്രഹ്മാവിനാണ് സ്ഥാനം. ബ്രഹ്മലോകമാണ് സത്യലോകം, അവിടെയാണ് വേദാന്ത ജ്ഞാനം ഉണ്ടാവുന്നത് ഈ ജീവന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പൗരാണികമായിട്ട് ചിലപ്പോൾ ചില തമാശയൊക്കെ പറയുമെന്നല്ലാതെ ബ്രഹ്മാവും ഭഗവാന്റെ തന്നെ സ്വരൂപമാണല്ലോ. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ സ്തുതിയും ഭാഗവതത്തിൽ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ ബ്രഹ്മാവിൻ്റെ സ്തുതിയുണ്ടോ അതൊക്കെ ഗംഭീരമായ സ്തുതികളാണ്. നൗമീഡ്യത്തെ ഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതം സപരിപിച്ഛല സന്മുഖായ വന്യസ്രജേ കവളവേത്ര വിഷാണവേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ. കൃഷ്ണനെ ബ്രഹ്മാദ്വയം പരമനന്തമഗാധബോധം എന്നാണ് ബ്രഹ്മാവ് കാണുന്നത്. എങ്കിലും കയ്യിൽ പശുക്കുട്ടികളെയൊക്കെ അടുത്ത് നിർത്തിക്കൊണ്ട് കയ്യിൽ പശുവിനെ ഓടിക്കാനുള്ള കോലും വെച്ച് പുല്ലാങ്കുഴലും വെച്ച് സപാണി കവളം കയ്യിൽ കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച തൈര് സാധനമുണ്ട്. ഈ വിരലുകൾക്ക് നടുവിൽ അതിന് വേണ്ട ഉപസേചനുണ്ട്. എന്നുവെച്ചാൽ എന്തോ അച്ചാറോ എന്തോ ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ബ്രഹ്മാവിന് ദർശനം. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. പശുപാങ്കജായ, ഗോപപാലനായിട്ട് എനിക്ക് ദർശനം തന്ന ആ ഭഗവാന് നമസ്കാരം. ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തയേവ ജീവന്തി സന്മുഖരിതാം ഭവതീയവാർത്താം സ്ഥാനേ സ്ഥിതാഃ ശ്രുതിഗതാം തനുവാങ്മനോഭിഃ യേ പ്രായശോ അജിതജിതോപ്യസിതൈഃ ത്രിലോക്യാം ശ്രേയശ്രുതിം ഭക്തിമുദസ്യതേ വിഭോ. അധ്യാത്മസാധനയിൽ ഭക്തിയെ മാറ്റി നിർത്തിയിട്ട് യോഗസാധനയോ അല്ലെങ്കിൽ ജ്ഞാനവിചാരമൊക്കെ തന്നെ ഞാൻ സ്വതന്ത്രമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്ഥൂലതുഷാവഘാതിനം, ഉമി കുത്തുന്ന പോലെ ആയിട്ട് തീരുന്നതാണ്. അതിൽ നെല്ലില്ല, അരിയില്ല, ഒന്നുമില്ല. ഭക്തിയെ പ്രത്യേകിച്ചൊരു വഴിയായിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ല.
ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. 2 വഴിയാണ്. അപ്പോൾ ഭക്തി എവിടെ പോയി എന്നുവെച്ചാൽ, ഭക്തി ജ്ഞാനയോഗിക്കും ഭക്തി വേണം, കർമ്മയോഗിക്കും ഭക്തി വേണം. ഭക്തി ഇതിന് പുറകിൽ, എല്ലാറ്റിനും പുറകിലും വേണം. അപ്പോൾ ഭക്തി ഇതിന് പുറകിലുള്ള ഒരു സ്രോതസ്സാണ്. ഇങ്ങനെ ഭക്തിയോടുകൂടെ ഭഗവാനെ ശരണാഗതി ചെയ്ത് ഭഗവത് കൈങ്കര്യം കിട്ടിയ ഈ ഗോപന്മാർ എന്തു ഭാഗ്യം ചെയ്തു! അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗഗസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഇപ്പോൾ കഥയൊക്കെ കേട്ടില്ലേ, അവരെന്തു ഭാഗ്യം ചെയ്തു! നന്ദഗോപനും ഈ വ്രജത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്തു? ആ പൂർണ്ണ ബ്രഹ്മം ഇവർക്ക് ഇവരുടെ കൂടെ കളിക്കാനും രസിക്കാനും ഒക്കെ വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ബ്രഹ്മത്തിനെ അന്തർമുഖമായി ഉള്ളിൽ അന്വേഷിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് യോഗികളൊക്കെ ചെയ്യുന്നത്. അത് വാസ്തവമാണ്, അതാണ്, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് സമ്പ്രദായം. വളരെ ഗംഭീരമായ സ്തുതിയാട്ടോ. ഇതിലെ എല്ലാ പോർഷനും നമുക്ക് എടുക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണല്ലോ. അദ്ദേഹം പറയണത് ജഗത് അശേഷം അസത്സ്വരൂപം. ഈ ഞാൻ സൃഷ്ടിച്ച ഈ ജഗത്തുണ്ടല്ലോ, ഇതൊന്നും വാസ്തവമല്ല, സ്വപ്നാഭം, സ്വപ്നം പോലെയാണ്. അസ്തധിഷണം, ഇതിൽ വാസ്തവത്തിൽ ചേതനയില്ല, പുരു ദുഃഖം. എന്നാപ്പം എന്തിനാപ്പം സൃഷ്ടിച്ച്? ക്രിയേറ്റർ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറയുകയാണ്. ഇതിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടെന്നാണ്. സൃഷ്ടിച്ച ആൾ തന്നെ പറയണത് ഇതൊക്കെ ഇങ്ങനെയാണ്. ത്വയ്യേവ നിത്യസുഖബോധ തനാവനന്തേ മായാത ഉദ്യതപിയത് സദിവാവഭാതി. നിത്യസുഖബോധ തനുവായിട്ടുള്ള അങ്ങയിൽ കയറിൽ പാമ്പെന്ന പോലെ മായ കൊണ്ട് ഇതൊക്കെ തോന്നുകയാണെന്ന് പറഞ്ഞു. അദ്വൈതം പറയുകയാണ്. അതിന് ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് അദ്വൈത ആത്മതത്വം പ്രകാശിപ്പിക്കുകയാണ്. മായ കൊണ്ട് ഇത് സത്യം പോലെ തോന്നുന്നു. ഏകസ്ത്വമാത്മാ പുരുഷഃ പുരാണഃ സത്യസ്വയം ജ്യോതിരനന്താദ്യഃ നിത്യഃ അക്ഷരഃ അജസ്രസുഖഃ നിരഞ്ജനഃ പൂർണ്ണോദ്വയോ മുക്ത ഉപാധിതോ മൃതഃ. ഒക്കെ ഗംഭീരമായ വാക്കുകളാണ്. ഈ തത്വത്തിനെ എങ്ങനെ അറിയും? ഏവം വിധം ത്വാം സകലാത്മനാമപി സ്വാത്മാനം ആത്മാത്മതയാ വിചക്ഷതയും. എങ്ങനെ അറിയും? ഗുരുവർക്കലബ്ധ ഉപനിഷത്സു ചക്ഷുഷ. ഗുരു എന്നുള്ള സൂര്യൻ പ്രകാശിക്കുന്നു, ഉപനിഷത്താകുന്ന കണ്ണുകൊണ്ട് കാണുന്നു. അങ്ങനെ കാണുമ്പോൾ ഈ സംസാര സമുദ്രം എന്ന് പറയുന്നത് മരുമരീചികയിൽ വെള്ളം പോലെ അടുത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇല്ല. ആത്മാവിനെ ആത്മാവായി അറിയാത്തവർക്കാണ് ഈ പ്രപഞ്ചം മുമ്പിൽ കാണപ്പെടുന്നത്. ആത്മാനമേവ ആത്മതയാ അവിജ്ഞാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത് പ്രലീയത്തെ. ജ്ഞാനം വരുമ്പോൾ ഇത് മറിഞ്ഞു പോകുന്നു. എങ്ങനെ? രജ്വാ മഹേർ ഭോഗഭവാഭവൂയത. കയറിൽ പാമ്പ് വെളിച്ചം വരുമ്പോൾ മറിഞ്ഞു പോകുന്ന പോലെ. ഇങ്ങനെ പറഞ്ഞു. തരണാ വിവാഹനി. ഇതൊക്കെ വളരെ വളരെ പ്രൗഢമായിട്ടുള്ള വിഷയമാണ്. ചുമ്മാ നമ്മൾ തൊട്ടു പോകുന്നു അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ആത്മാവിൽ അവിദ്യയോ അജ്ഞാനമോ ഒന്നുമില്ല. എങ്ങനെയെന്ന് വെച്ചാൽ തരണവും അഹനിഹി രാത്രി അഹനി ഇവ. സൂര്യനിൽ രാത്രിയും പകലും ഒക്കെ ഉണ്ടോ? നമ്മൾക്കാണ് രാത്രിയും പകലും ഒക്കെ അറിയണത്. സൂര്യന് രാത്രിയും പകലൊന്നുമില്ല. അതുപോലെ ആത്മസ്വരൂപത്തിൽ വാസ്തവത്തിൽ ഈ അവിദ്യയും ബന്ധവും സംസാരവും ഒന്നുമില്ല. ത്വാം ആത്മാനം പരമത്വ പരമാത്മാനമേവച്ച. പരമാത്മാവാണ് നീ, എൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപമായിട്ടിരിക്കുന്നു. എന്നിട്ടും ബഹിർമൃഗ്യ. എന്നിട്ടും ആളുകളുണ്ടല്ലോ പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ കിട്ടുമോ അവിടെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നു. അഹോ അജ്ഞജനതാജ്ഞത. അജ്ഞാനികളുടെ അജ്ഞതയെക്കുറിച്ച് എന്തു പറയണം? അറിവുള്ളവർ അന്തർഭവേനന്ത ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ.
അന്തർഭവ ഉള്ളിൽ ഉള്ള അങ്ങയെ അധത്യജന്ത, അതല്ലാത്തതിനെയൊക്കെ തള്ളിയിട്ട് ഉള്ളിൽ അന്വേഷിക്കുന്നു സന്തുക്കൾ. അസന്തമപി അന്തി അഹിം അന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. പരമാർത്ഥ വസ്തുവിൻ്റെ ലാഭം ഉണ്ടാവുന്നു. ഇങ്ങനെ പലതുമൊക്കെ പറഞ്ഞു ബ്രഹ്മാവ്. അഹോ അതിധന്യാവ്രജഘോരമണ്യ, ഇങ്ങനെയൊക്കെ ജ്ഞാനം വേദാന്തമായിട്ട് ശാസ്ത്രമായിട്ട് പഠിക്കുമ്പോൾ ആ വസ്തു പിടികിട്ടുന്നവരെ വളരെ ഡ്രൈ ആയിട്ട് തോന്നും. അതാണ് പറഞ്ഞു പച്ചവെള്ളം കടയണ പോലെയാണെന്ന്. അല്ലെങ്കിൽ വെണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മോര് കടഞ്ഞാൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടില്ല. അതുപോലെ നല്ല ഒരു ഗുരുവിനെയും കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ പോകുന്ന ആൾ മുമുക്ഷുവുമല്ലെങ്കിൽ, അയാൾക്ക് ഈ വസ്തുവിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രകാശം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ശാസ്ത്രം വളരെ ഡ്രൈ ആണെന്ന് തോന്നും, വരേണ്ടതാണെന്ന് തോന്നും. അതാണ് ആളുകളൊക്കെ ലോകത്തിൽ എന്തെങ്കിലും ബോറടിച്ചാൽ വേദാന്തം പറയാൻ തുടങ്ങുന്നത്. വേദാന്തം പോലെ രസമായിട്ടൊന്നുമില്ല, അമൃതമായിട്ടൊന്നുമില്ല. പക്ഷേ ആൾ റെഡിയായിരിക്കണം, അതിന് തയ്യാറായിട്ടിരിക്കണം. അപ്പോൾ അതെങ്ങനെ തയ്യാറാവും? അത് ഇപ്പോൾ ഈ ഗോപികകൾക്കും ഗോപന്മാർക്കും ഒക്കെ വേദാന്തം വളരെ ലളിതമായി. എന്താണെന്ന് വെച്ചാൽ വേദാന്തം ഇറങ്ങി വന്ന് അവരുടെ കൂടെ കളിച്ചു. അതാണ് യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ശരി, അവർക്ക് കിട്ടി, നമുക്കെങ്ങനെ കിട്ടും? എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വാസ്തവത്തിൽ മുമുക്ഷുക്കളാണെങ്കിൽ ഒരു ജീവൻ മുക്തനായ ബ്രഹ്മനിഷ്ഠനായ ഒരു ആചാര്യൻ്റെ ലാഭം ഉണ്ടായാൽ ഇതേ അനുഭവം ഉണ്ടാവും. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നാണ്. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്. അവരെ നമ്മളൊരു വ്യക്തിയായിട്ട് കാണില്ല, ആ ബ്രഹ്മത്തിൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈ വേദാന്തമൊക്കെ വളരെ എളുപ്പമാകും. ഈ പറയുന്നതൊക്കെ വളരെ ലളിതമാണൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇത് സരളമാണെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ടല്ലോ, മുമ്പിൽ ദേഹീവ ദൃശ്യത്തെ അസൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ. ദേഹവാനെ പോലെ തോന്നിയാലും ഇവന് ദേഹമില്ല, ഇവൻ ശുദ്ധ ചൈതന്യമാണ് എന്നുള്ള സാക്ഷാത്തായിട്ടുള്ള ഒരു അനുഭവം മുമ്പിൽ അറിയുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടും. ഋഷീക ചഷകൈഹി അസകൃത് പിപാമഹ. ഇന്ദ്രിയങ്ങളാവുന്ന ചഷകം കൊണ്ട് തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ തന്നെ ആ ബ്രഹ്മത്തിനെ കാണാനൊക്കും. ഇങ്ങനെ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് അവസാനം പറഞ്ഞു, താവദ്രാഗാദയസ്തേനാഹ താവത് കാരാഗൃഹം ഗൃഹം താവന്മോഹോ അംഘ്രിനികടഃ യാവത് കൃഷ്ണ നതേ ജനാഹ. അത്രയും കാലം രാഗദ്വേഷാദി കള്ളന്മാർ നമ്മളെ ഉപദ്രവിക്കും. എത്രയും കാലം അത് പറയുന്നുണ്ട്. താവത് കാരാഗൃഹം ഗൃഹം, അതുവരയ്ക്കും വീട് എന്ന് പറയുന്നത് ഒരു കാരാഗൃഹം മാത്രമേ. താവൻ മോഹ അംഘ്രിനികടഃ, അജ്ഞാനം എന്നുള്ളത് ഇവന് കാലിൽ കെട്ടിയിട്ട് ചങ്ങലയാണ്. ഇതുവരയ്ക്കും എന്ന് വെച്ചാൽ ഈ ഭക്തൻ ഭഗവാനെ സ്വന്തം അഥവാ ഭഗവാന്റേതാവുന്നത് വരയ്ക്കും. യാവത് കൃഷ്ണ ന തേ ജനാഹ, ഈ ജനങ്ങളൊക്കെ അങ്ങയുടേതായി കഴിയുമ്പോൾ അവർക്ക് ഗൃഹം കാരാഗൃഹമല്ല, അവർക്ക് മോഹമില്ല, രാഗാദി ദോഷങ്ങളില്ല. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ. നിഷ്പ്രപഞ്ചം പ്രപഞ്ചതെന്നാണ് വേദമാണ് അധ്യാരോപം. നിഷ്പ്രപഞ്ചമായിട്ടുള്ള ബ്രഹ്മത്തിനെ പ്രപഞ്ചമാക്കി കാണിക്കുകയാണ്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ പ്രപന്ന ജനതാനന്ദ സന്തോഹം പ്രഥിതും പ്രഭോ. ശരണാഗതി ചെയ്ത പരമഭാഗവതന്മാരുടെ മഹിമ പ്രകാശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരമൊക്കെ. ഇത് മനസ്സിലാവണില്ലല്ലോ, മനസ്സിലാക്കണവരും മനസ്സിലാക്കട്ടെ എന്നാണ്. ജാനന്തയേവ ജാനന്തു. എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നമ്മളൊന്നും ഏറ്റിട്ടൊന്നുമില്ലല്ലോ, അല്ലേ? ചിലർ പറയും, സ്വാമി നിങ്ങൾ പറയണൊന്നും മനസ്സിലാവണില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ മനസ്സിലാക്കിപ്പിക്കാം എന്ന് ഞാൻ കച്ചൊന്നും കെട്ടിയിട്ടില്ല. നമ്മൾ പറയും, നിങ്ങൾ മനസ്സിലാക്കിയാൽ എൻ്റെ കുറ്റമല്ല.
ജാനന്ത ഏവ ജാനന്തു, അറിയുന്നവർ അറിയട്ടെ എന്നാണ്. കിം ബഹുക്ത്യാ നമേ പ്രഭോ മനസ്സോ വപുഷോ വാചഃ വൈഭവം തവ ഗോചരഃ. മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ആ വൈഭവം ഞാനിപ്പോൾ അറിയണു എന്ന് പറഞ്ഞ് ഭഗവാനെ ഒന്ന് സ്തുതിച്ചു ബ്രഹ്മാവ്. ഒരു നാമസങ്കീർത്തനം വളരെ എളുപ്പമായിട്ട് സരളമായിട്ട് ഗോവിന്ദ ദാമോദര മാധവേതി, പിന്നെന്താ ബ്രൂഹി മുകുന്ദേതി രസനെ, എളുപ്പത്തിൽ നാമജം. ബ്രഹ്മാവ് ഒരു സ്തുതി നോക്കൂ. ബ്രഹ്മാവാണത്ര വലിയ വൈയാകരണൻ. വൈയാകരണൻ എന്ന് വെച്ചാൽ ഏകോഹം വ്യാകരവാണീതി എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഞാൻ ഒന്നാണ്, ഞാൻ ഈ ജഗദ്രൂപത്തിൽ വ്യാകൃതനായിട്ട് തീരുന്നു. അതുകൊണ്ട് വൈയാകരണൻ ബ്രഹ്മാവാണ് എന്നാണ് സനത്സുജാതിയും പറയണത്. ഭഗവാനാണ് അത്ര വൈയാകരണൻ, അല്ലാതെ ഗ്രാമർ പഠിച്ച ആളല്ല. അപ്പോൾ ബ്രഹ്മാവൊരു സ്തുതി പറയുകയാണ്, നാമസങ്കീർത്തനം സിമ്പിളായിട്ട് നാം ജപിച്ചോളൂ. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷദായിൻ ക്ഷ്മാ നിർജര ദ്വിജ പശൂദധി വൃദ്ധികാരിൻ ഉദ്ധർമ്മ ശാർവരഹര ക്ഷിതിരാക്ഷസ ദൃക് ആ കൽപ്പം ആർക്കം അർഹൻ ഭഗവൻ നമസ്തേ. വേണ്ട, ഞങ്ങൾ ബ്രഹ്മസൂത്രം പഠിച്ചോളാം. ഞങ്ങൾ അല്ല ബ്രഹ്മസൂത്രമോ അദ്വൈത സിദ്ധി എന്തെങ്കിലും പഠിച്ചോളാം. ഒരു സിമ്പിൾ നാമസങ്കീർത്തനാണ്. ആ നാമസങ്കീർത്തനം അങ്ങടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലുള്ള 2 പല്ലുകൾ ചോട്ടിൽ പോയി. എങ്ങനെ സ്തുതിച്ച് നമസ്കരിച്ചു. അങ്ങനെ അപ്പോൾ പരീക്ഷിത്തൊരു ചോദ്യം ചോദിക്കുന്നു, ഇത്രയൊക്കെ കൃഷ്ണൻ്റെ അടുത്ത് എങ്ങനെയാണ് എല്ലാവർക്കും പ്രേമം? എല്ലാവർക്കും അവനവനോടാണല്ലോ പ്രേമം വരിക. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, പരീക്ഷിത്ത് കറക്റ്റ്, നീ പറയുന്നത് ശരിയാണ്. എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായ വസ്തു ആത്മാവാണ്. ആത്മാവാരേ പ്രേഷ്ഠതമഃ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ഇതൊക്കെ ഉപനിഷത്ത് വാക്യമാണ്. എല്ലാം പ്രിയങ്കരമാവുന്നത് ആത്മാവിന് വേണ്ടിയിട്ടാണ്. ന പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി. ന ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. തനിക്ക് വേണ്ടിയിട്ടാണ് പത്നി പ്രിയങ്കരിയായിട്ട് തീരുന്നത്, തനിക്ക് വേണ്ടിയിട്ടാണ് പതി പ്രിയങ്കരനായിട്ട് തീരുന്നത്. ഏറ്റവും പ്രിയങ്കരമായ വസ്തു ആത്മാവാണ്. പക്ഷെ ആത്മാവ് എന്താണ്? ശരീരമാണോ? ശരീരമല്ല. ശരീരത്തിലും ഓരോ അംഗം നമുക്ക് അപകടമാണെങ്കിൽ മുറിച്ചു മാറ്റും. അപ്പം ശരീരവുമല്ല, ആത്മസ്വരൂപമാണ് ഏറ്റവും. അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയൊക്കെ പ്രിയങ്കരമായിട്ട് തീരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, ഈ കൃഷ്ണനുണ്ടല്ലോ, കൃഷ്ണമേനമവേഹിത്വം ആത്മാനമഖിലാത്മനാം. ഈ കൃഷ്ണൻ എല്ലാവരുടെയും വാസ്തവമായ ആത്മാവാണ്. ഇവൻ എല്ലാവരുടെയും ആത്മാവാണ്. അതുകൊണ്ടാണ് ഇവനോട് എല്ലാവർക്കും ഇത്ര പ്രിയം തോന്നുന്നത്. ജഗദ്ഹിതായ സോപ്യത്ര ദേഹീവാഭാതി മായയാം. ജഗത്തിന് ഹിതം ചെയ്യാനായി ശരീരമെടുത്ത് വന്ന പോലെ തോന്നുന്നു. വാസ്തവം അറിയുന്ന ആളുകൾക്ക് വസ്തുതഃ ജാനതാം അത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച. ഇതിൻ്റെ വാസ്തവ സ്വരൂപം അറിയുന്ന ആളുകൾക്ക് കൃഷ്ണൻ ചരവും അചരവുമായി കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവനുമാണ്. ഭഗവത് രൂപം അഖിലം ന അന്യത് വസ്തു ഇഹ കിഞ്ചന. കാണുന്നതൊക്കെ തന്നെ ഭഗവത് രൂപമാണ്, മറ്റൊന്നും തന്നെ അല്പം പോലും ഇല്ല. മറ്റു വസ്തുക്കളൊക്കെ ഇതുണ്ട് അതുണ്ട് എന്നുള്ള ഭാവനയൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ കൃഷ്ണനിൽ നിന്ന് അന്യമായ ഒരു വസ്തുവും നിരൂപണം ചെയ്തുണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും പറ്റില്ല. അത് ആത്മതത്വമാണ്. സമാശ്രിതായേ പദപല്ലവ പ്ലവം മഹത് പദം പുണ്യയശോ മുരാരേഹേ ഭവാംബുധിർവത്സപദം പരം പദം 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 യത് വിപദാം നതേഷാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. ഇതിന് ശേഷം കാളിയമോക്ഷണമാണ്. പറയൂ, ആരെങ്കിലും പറയൂ, ആര് വേണമെങ്കിൽ.